നമസ്കാരം, സ്വാഗതം വാർത്തകളിലേക്ക്. നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ ആദ്യം. വനമേഖലയിൽ നന്നങ്ങാടികൾ കണ്ടെത്തിയ സാഹചര്യം. പുരാവസ്തു വിദഗ്ധർ സ്ഥലത്ത് പരിശോധനകൾ ആരംഭിച്ചു. മഴക്കുഴി നിർമ്മാണത്തിനിടെ നന്നങ്ങാടികൾ കണ്ടത് കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ വനമേഖലയിൽ. ഓണമെത്തുന്നു, ആഘോഷ പരിപാടികൾ സജീവമാക്കി നാട്. നിലമ്പൂരിൽ സായം പ്രഭ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചക്കാലക്കുത്ത് വയോമിത്രം ക്ലബിലും ഓണാഘോഷം. പ്രഥമ ജില്ലാ സമ്മേളനവും ശില്പശാലയും സംഘടിപ്പിക്കാൻ ഒരുങ്ങി ജില്ലാ മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC. സമ്മേളനം നടത്തുന്നത് ശനിയാഴ്ച നിലമ്പൂരിൽ. ഒരുക്കങ്ങളായെന്ന് സംഘാടകർ. പരിസ്ഥിതി ലോല പ്രദേശ കരട് വിജ്ഞാപനം റദ്ദാക്കണമെന്ന ആവശ്യം. നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് കർഷകരുടെ മാർച്ച്. മാർച്ച് സംഘടിപ്പിച്ചത് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വം. ഓപ്പൺ യൂണിവേഴ്സിറ്റിയും വിദ്യാഭ്യാസത്തിന്റെ തുറന്ന സാധ്യതകളും. അമൽ കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ നടത്തിയത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ജൻ ശിക്ഷൻ സംസ്ഥാൻ എന്നിവരുടെ സഹകരണത്തോടെ. വാർത്തകളിലേക്ക് വിശദമായി. വനമേഖലയിൽ മഴക്കുഴി നിർമ്മാണ പ്രവൃത്തികൾക്കിടെ നന്നങ്ങാടികൾ കണ്ടെത്തിയ സ്ഥലത്ത് പുരാവസ്തു വിഭാഗം വിദഗ്ധർ പരിശോധനകൾ ആരംഭിച്ചു. മഴക്കുഴി നിർമ്മാണത്തിനിടെ നിലമ്പൂർ ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ ഇരുൾക്കുന്ന് വനമേഖലയിലാണ് നന്നങ്ങാടികൾ കണ്ടെത്തിയിരുന്നത്. പുരാവസ്തു വിഭാഗത്തിന് പരിശോധന നടത്തുന്നതിന് വനം വകുപ്പ് അനുമതി നൽകിയതിനെ തുടർന്നാണ് വിദഗ്ധർ സ്ഥലത്തെത്തിയത്. ആർക്കിയോളജി വിഭാഗത്തിൽ നിന്നുള്ള 10-അംഗ സംഘമാണ് പരിശോധനകൾ നടത്തുന്നത്. കൂടുതൽ നന്നങ്ങാടികൾ സ്ഥലത്തുണ്ടാകുമെന്ന നിഗമനത്തിലാണ് പരിശോധനകൾ നടത്തുന്നത്. മഴക്കുഴി നിർമ്മാണം ഇവിടെ നിർത്തിവച്ചിരിക്കുകയാണ്. എക്സ്കവേഷൻ അസിസ്റ്റന്റ് വിമൽ കുമാർ, റിസർച്ച് അസിസ്റ്റന്റ് ഡോക്ടർ PN ആര്യ, T ജീന, MC സുജ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധനാ നടപടികൾ വിലയിരുത്തുന്നതിനായി വനപാലകരും ഇന്ന് സ്ഥലത്തെത്തിയിരുന്നു. നിലമ്പൂർ റേഞ്ച് ഓഫീസർ KP ജിനേഷ്, SFO രതീഷ്, BFOമാരായ മനു P രതീഷ് എന്നിവരാണ് സ്ഥലത്തെത്തിയത്. നിലമ്പൂർ നഗരസഭ സായം പ്രഭ ഹോം ഓണാഘോഷം സംഘടിപ്പിച്ചു. മിനി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പരമാവധി ആളുകളെ നമ്മളുടെ അംഗങ്ങളെ കൂട്ടിപ്പിടിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുമാറാകട്ടെ. ഓണത്തിൻ്റെ രീതിയിൽ അതുകൂടിയിട്ട് പാരസ്പര്യത്തിൻ്റെ കൂടി ഒരു ആഘോഷമാണ് ഓണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓണാഘോഷിക്കണമെന്ന് ആലോചിച്ചില്ല. അതുകൊണ്ട് ഞാൻ അതവിടെ കൊണ്ട് നിർത്തി. മറ്റൊരു നല്ല പ്രായം പദ്ധതിയാണ്. സായം പ്രഭ പ്രസിഡന്റ് ബേബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരി, മുസ്തഫ കളത്തുംപടിക്കൽ, മുന്താസ് ബാബു, MK വിജയനാരായണൻ, ഷിഹാബ് ഇണ്ണി, സായം പ്രഭ വൈസ് പ്രസിഡന്റ് NP രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. V മുരുകൻ സ്വാഗതവും PV നാരായണൻ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓണപ്പൂക്കളവും ഒരുക്കി. നല്ല പ്രായം കൂട്ടായ്മ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. നിലമ്പൂർ ചക്കാലക്കുത്ത് പ്രിയദർശിനി വയോമിത്രം ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വയോമിത്രം മെഡിക്കൽ ഓഫീസർ KR അണിമ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലാൽ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജന്മദിനം ആഘോഷിച്ച തേലംപറമ്പത്ത് ജാനകിയമ്മ, പള്ളിയാളിത്തൊടി തങ്കം എന്നിവരെ വയോമിത്രം കോർഡിനേറ്റർ K നവാസ് ജാൻ ആദരിച്ചു. വിജയികൾക്ക് നഗരസഭാ കൗൺസിലർ P പുഷ്പവല്ലി, റിട്ടയർഡ് JPHN MK ഷീജ, റീജ ജോർജ്, K റസിയ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി PV മാത്യു, ഡെയ്സി ചാക്കോ, KT സുഹ്റ,
CK അജിത, M ലീല, ആനി എബ്രഹാം, M വചന, P രേഷ്മ എന്നിവർ നേതൃത്വം നൽകി. മെഡിക്കൽ ക്യാമ്പും നടത്തി. കൗതുകമാർന്ന വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. മലപ്പുറം ജില്ലാ മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC പ്രഥമ ജില്ലാ സമ്മേളനവും ശില്പശാലയും ശനിയാഴ്ച നടക്കും. നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ആര്യാടൻ മുഹമ്മദ് നഗറിൽ രാവിലെ 10-ന് മന്ത്രി AP അനിൽകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരളത്തിൻ്റെ ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ അവർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ സ്ഥലം MLA നിലമ്പൂരിൻ്റെ പ്രിയങ്കരനായ ആര്യാടൻ ഷൗക്കത്ത് MLA, DCCയുടെ പ്രസിഡന്റ് VS ജോയി MLA ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാന ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ മലയാളപ്പുഴ ശില്പശാല ഉദ്ഘാടനവും തുറന്നുള്ള ക്ലാസുകളും എടുക്കുന്നതാണ് സമ്മേളനത്തിന് ശേഷം. MLA-മാരായ ആര്യാടൻ ഷൗക്കത്ത്, VS ജോയ്, സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് മലയാലപ്പുഴ ജ്യോതിഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് VP ഫിറോസ് തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ജോമോഷ്, ജനറൽ സെക്രട്ടറിമാരായ റഹീം ചോലയിൽ, TMS ആസിഫ്, ബാലൻ കൊണ്ടോട്ടി, PP നജീബ് എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ ടൗണിൽ കുന്നുകൂടിയ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നഗരസഭാ നടപടികൾ ഫലം കാണുന്നില്ല. ദിവസങ്ങൾക്ക് മുൻപ് നീക്കം ചെയ്യാനായി മാറ്റിയിട്ട മാലിന്യ കൂമ്പാരത്തിൽ കൊടിനാട്ടി DYFI പ്രതിഷേധിച്ചു. ബസ് സ്റ്റാൻഡിന് സമീപത്തെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് ഇനിയും അധികൃതർ നടപടികൾ എടുക്കുന്നില്ലെന്ന് പ്രവർത്തകർ പറഞ്ഞു. നിലമ്പൂരിൽ നിരവധിയായ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു റോഡ് സൈഡിലുള്ള മാലിന്യ കൂമ്പാരം സത്യത്തിൽ ഈ നാടിന്റെ മുഖം ഇത്രയ്ക്കും വികൃതമായി എന്ന് ഈ കാണുന്ന ആളുകൾക്ക് തോന്നും. നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ആ ടൂറിസ്റ്റ് പ്ലേസിൽ ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങളാണ് ഈ നിലമ്പൂരിന്റെ മുഖമായി കാണുന്നത്. നിലമ്പൂർ നഗരസഭ മാലിന്യ സംസ്കരണത്തിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ്. പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മാലിന്യ കൂമ്പാരങ്ങളാണ്. ആ പ്രദേശത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ ആ മാലിന്യം മറ്റു സ്ഥലത്ത് കൂട്ടുന്നു എന്നല്ലാതെ ഇത് സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും നിലമ്പൂർ മുനിസിപ്പാലിറ്റി സ്വീകരിക്കുന്നില്ല. മഴക്കാലത്ത് ഇത്തരത്തിൽ മാലിന്യം കൂടിക്കിടക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്നും DYFI പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം അരുൺദാസ്, റിയാസ് കാവാട്, ലെനിൻ സുരാജ്, അഖിൽ P ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു. പശ്ചിമഘട്ട പരിസ്ഥിതി ലോല പ്രദേശവുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിൽ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ച് കേരള കർഷക സംഘം. കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി VM ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വഴിക്കടവ് കഴിഞ്ഞിട്ട് ഗൂഡല്ലൂരിലേക്ക് പോയാൽ മതി. അവിടെ ടൈഗർ റിസർവാ. പരിസ്ഥിതി ലോല വെസ്റ്റേൺ ഘാട്ടിന്റെ തുടർച്ചയാണ് ഗൂഡല്ലൂരും വയനാടും. ഈ ഭൂമികയാകെ അങ്ങനെയാണ്. 6 സംസ്ഥാനങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഗുജറാത്ത് മുതൽക്ക് ആരംഭിക്കുന്നത്. അപ്പൊ അതിലുൾപ്പെടുന്ന വില്ലേജുകളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആപൽക്കരമായ നീക്കങ്ങൾ അത് നമ്മുടെ പ്രദേശങ്ങളെ പിടികൂടും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ആശങ്ക. കർഷക സംഘം നിലമ്പൂർ ഏരിയ സെക്രട്ടറി VK അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി PK അബ്ദുള്ള നവാസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം AT റെജി, ജില്ലാ കമ്മിറ്റി അംഗം M സുകുമാരൻ, CPIM നിലമ്പൂർ ഏരിയ സെക്രട്ടറി K മോഹനൻ, CPIM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ, മലബാർ മേഖല മിൽമ യൂണിയൻ ഡയറക്ടർ സണ്ണി ജോസഫ് എന്നിവർ സംസാരിച്ചു. കർഷക സംഘം എടക്കര ഏരിയ സെക്രട്ടറി VK ഷാനവാസ് സ്വാഗതവും കർഷക സംഘം വണ്ടൂർ ഏരിയ സെക്രട്ടറി K റഹീം നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ ഇടതു സർക്കാർ നിർദ്ദേശിച്ച ഭേദഗതി ഉൾപ്പെടുത്താതെയുള്ള കേന്ദ്ര സർക്കാർ വിജ്ഞാപനം അന്തിമമാകുന്നതോടെ ജനവാസ മേഖലകളെയും ജനജീവിതത്തെയും സാരമായി ബാധിക്കുന്ന സാഹചര്യമുണ്ടാകും. സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ മലയോര കർഷകരെ വഞ്ചിക്കുന്ന നിലപാടാണ് എടുക്കുന്നതെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു.
ഓപ്പൺ യൂണിവേഴ്സിറ്റിയും വിദ്യാഭ്യാസത്തിന്റെ തുറന്ന സാധ്യതകൾ എന്ന വിഷയത്തിൽ അമൽ കോളേജിൽ സെമിനാർ സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, ജൻ ശിക്ഷൻ സംസ്ഥാൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത്. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KP മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കോഴിക്കോട് മേഖലാ കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ MB ഗോപാലകൃഷ്ണൻ സംസാരിച്ചു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ് മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൌക്കത്ത് അലി, വാർഡ് മെമ്പർ ബഷീർ കാട്ടുമുണ്ട, JSS ഡയറക്ടർ ഡോക്ടർ V ഉമ്മർ കോയ, CEO VK അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ K മുഹമ്മദ് ഷബീർ, ഡോക്ടർ N ഷിഹാബുദ്ദീൻ എന്നിവർ ക്ലാസ് നയിച്ചു. വീശിയടിച്ച കാറ്റിൽ വഴിക്കടവിൽ വ്യാപക കൃഷിനാശം നേരിട്ടു. ബുധനാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റ് വീശിയടിച്ചത്. പൂവത്തിപ്പൊയിൽ അമയോലിക്കൽ ഷാലിയുടെ കുലച്ച 200ഓളം വാഴകളും അമയോലിക്കൽ ഇമ്മാനുവലിന്റെ കാച്ചിൽ പയർ കൃഷിയുമാണ് നശിച്ചത്. കച്ചറക്കുന്നൻ മുഹമ്മദിന്റെ 200ഓളം വാഴകൾ നശിച്ചു. തേക്ക് മരങ്ങൾ കടപുഴകി പന്തലുകൾക്ക് മുകളിൽ വീണാണ് കാച്ചിലും പയറും നശിച്ചത്. പാട്ടഭൂമിയിലാണ് കൃഷി. ബാങ്കിൽ നിന്നും വായ്പയെടുത്താണ് കൃഷി ഇറക്കിയത്. കൃഷിയിടത്തിന് ചുറ്റും വേലി കെട്ടി കാട്ടുമൃഗങ്ങളിൽ നിന്നും സംരക്ഷിച്ചു പോന്ന കൃഷിയാണ് കാറ്റിൽ പാടെ നശിച്ചത്. ഓണത്തിനോടനുബന്ധിച്ച് വണ്ടൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നിയോജക മണ്ഡലതല ഫെയർ 2026 ഉദ്ഘാടനം നാളെ നടക്കും. റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ഓഫറുകളും വിലക്കുറവുകളും വണ്ടൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ലഭിക്കും. കൂടാതെ ശബരി സിഗ്നേച്ചർ കിറ്റ്, 1000 രൂപയുടെ അത്തം കിറ്റ്, 1500 രൂപയുടെ ഉത്രാടം കിറ്റ്, 2000 രൂപയുടെ തിരുവോണം കിറ്റുകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. വണ്ടൂർ നിയോജക മണ്ഡല ഫെയറിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 20 രാവിലെ 10 മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ AP അനിൽകുമാർ സാർ ഉദ്ഘാടനം ചെയ്യുകയാണ്. അന്നു മുതൽ നമുക്ക് സപ്ലൈകോ ലഭ്യമായിട്ടുള്ള നിരവധി ഓഫറുകളും അതിനു പുറമെ നിരവധി കിറ്റുകളും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ്. അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം കിറ്റ് എന്നിങ്ങനെയുള്ള വിവിധ കിറ്റുകളും അതിനു പുറമെ പല ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയിൽ വളരെ ഓഫറോടുകൂടി വിൽക്കുന്നുണ്ട്. ഇതിനു പുറമെ 1000 രൂപയ്ക്ക് മുകളിൽ സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് ഗിഫ്റ്റ് കൂപ്പണും കൂടാതെ 1500 രൂപയ്ക്ക് സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 100 രൂപയുടെ ഡിസ്കൗണ്ട് കൂപ്പണും ലഭിക്കും. സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ചിട്ടായ അപകടത്തിൽ കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മമ്പാട് തോട്ടിൻകരയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടമുണ്ടായത്. മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സും നിലമ്പൂരിലേക്ക് വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നുവെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ നിലമ്പൂർ താലൂക്ക് വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. മമ്പാട് നടന്ന യോഗം ജില്ലാ ട്രഷറർ NK ഷബീബ് ഉദ്ഘാടനം ചെയ്തു. OP നൌഷാദ് അധ്യക്ഷത വഹിച്ചു. P സുബൈർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P മൻസൂർ വരവ് ചെലവും കണക്കും, മൻസൂർ ഫൈസൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. P സുഹറ, C നൂർജഹാൻ, C ആയിഷ, നാസർ ബാപ്പു, PK മുജീബ്, A ഹരീഷ്, KM കോയ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് PK അബു, P ബഷീർ എന്നിവരുടെ പേരിൽ നടപ്പിലാക്കിയ ക്യാഷ് അവാർഡും ഉപഹാരവും ചടങ്ങിൽ നൽകി. NGO അസോസിയേഷൻ പ്രവർത്തക കൺവെൻഷൻ നിലമ്പൂരിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം VK കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് മിഥിലേഷ് K അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി C വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് സുനിൽ കാരക്കോട്, ജില്ലാ സെക്രട്ടറി ഷബീർ അലി മുക്കട്ട, ജില്ലാ ട്രഷറർ ഹബീബ് തോണിക്കടവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം MS ഷിബുകുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് മാത്യു എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി PV ഷിഹാബുദ്ദീൻ സ്വാഗതവും ട്രഷറർ സഫറുള്ള നന്ദിയും പറഞ്ഞു. മികച്ച സേവനം നടത്തിയ ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കലും വിരമിച്ച ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബഡ്സ് ഡേ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ സമദ് ഉദ്ഘാടനം ചെയ്തു. എടവണ്ണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് യൂണിറ്റാണ് പരിപാടികളുടെ പ്രായോജകർ. നമ്മുടെ നാട്ടില് നമ്മുടെ ഇടയില് നല്ല രക്ഷിതാക്കളെ, നല്ല സ്വഭാവമുള്ള, നല്ല ക്ഷമയുള്ള
നല്ല ആളുകൾക്ക് മാത്രമേ ഇത്തരം ഭാഗ്യം ലഭിക്കൂ, ഇത്തരം മക്കളെ ലഭിക്കൂ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പഠിച്ചവൻ അങ്ങനെ കൊടുക്കുള്ളൂ. ക്ഷമയില്ലാത്തവന്റെ കയ്യിൽ കൊടുക്കൂല. മക്കളെ നല്ല ക്ഷമയോട് കൂടി നോക്കിയാൽ അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് നല്ലോണം അറിയും. അങ്ങനത്തെ ആളുകളെ കയ്യിൽ മാത്രമാണ് കുറച്ച് ഇതുപോലെ സ്പെഷ്യലായിട്ടുള്ള മക്കളെ ദൈവം കൊടുക്കുന്നത്. ബഡ് സ്കൂളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് വനിതാ വിംഗ് കമ്മിറ്റിയാണ് ആഘോഷ പരിപാടികളിലേക്ക് ഓണസദ്യ ഒരുക്കിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ പാപ്പുട്ടി, വനിതാ വിംഗ് പ്രസിഡന്റ് ലൈല, ബഡ് സ്കൂൾ അധ്യാപിക മിൻഷ, വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി ഷെറിൽ, ഹസീന പാറക്കടൻ, റംല സുബൈർ, സാജില പത്തപിരിയം, സാജിദ കല്ലിടുമ്പ്, ബിനിയാമിൻ നാലകത്ത്, സ്കൂൾ ജീവനക്കാരായ സുനിത, ഷീബ, ഷിഹാബ്, ശ്രീനിവാസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആലിപ്പറ്റ ജമീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക പരിഗണന അറിയിക്കുന്ന നമ്മുടെ കുട്ടികളുടെ സ്കൂൾ, അവിടെ തന്നെ നമുക്ക് ഈ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഇത് നമുക്കറിയാം, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെയോ മാത്രം പ്രശ്നമോ അല്ലെങ്കിൽ അവരുടെ ബാധ്യതയോ അല്ല, ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്. ഇതുപോലെയുള്ള സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ തന്നെ അവരെ കൈപിടിച്ചുയർത്തി അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ചടങ്ങിൽ ഹസീന ആര്യാടൻ അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി നുപുര നൃത്തകലാവിദ്യാലയം അധ്യാപകൻ കലാക്ഷേത്രം കുഞ്ഞുമുഹമ്മദ് അവതരിപ്പിച്ച കുച്ചുപ്പുടി ശ്രദ്ധേയമായി. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി പി.ടി. സിദ്ദിഖ്, ആശ്രയ സ്കൂൾ ചെയർമാൻ കെ.ടി. മുഹമ്മദ് മാസ്റ്റർ, സംസ്ഥാന ജോയിന്റ് ട്രഷറർ കെ.ടി. അബ്ദുള്ളക്കുട്ടി, നാഷണൽ കോർഡിനേറ്റർ ഫൈസൽ ഉൽപ്പില, ജില്ലാ ട്രഷറർ അൻവർ കല്ലിങ്ങൽ, പി.പി. റിയാസ്, ആശ്രയ സെക്രട്ടറി അബ്ബാസ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. വഴിക്കടവ് പഞ്ചായത്തിലെ മേക്കുരവയിൽ സൂര്യകാന്തി കൃഷി നടത്തി പ്രദേശത്തെ കർഷകരുടെയും വിനോദസഞ്ചാരികളുടെയും ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയ സൂര്യകാന്തി കർഷകൻ പി.കെ. മുഹമ്മദിനെ ആദരിച്ചു. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. വഴിക്കടവ് കൃഷി ഓഫീസർ കെ. നിധിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പാത്തുമ്മ ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. മുജീബ് കീരി മുഖ്യ സന്ദേശം നൽകി. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായാണ് പൊതുപരിപാടി സംഘടിപ്പിച്ചത്. വിവിധ കർഷകരെയും ആദരിച്ചു. അഹമ്മദ് വി ടി, മച്ചിങ്ങൽ കുഞ്ഞു, ഷാജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മുസഫർ കെ പി, ജുനൈസ് മാസ്റ്റർ, നാസർ തോട്ടുങ്ങൽ, കോയ പറമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി.